നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ചിക്കൻ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം. ഒരു ചീനിച്ചട്ടിക്കകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് പൊടിയുടെ പച്ച മണം പോകുന്നവരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. പൊടി വറക്കുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ചിടുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ 3 കിലോയും 700 ഗ്രാമും ചിക്കൻ്റെ മീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 12 മുതൽ 14 സവാള മീഡിയം സൈസ് അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 2 ഇഞ്ച് സൈസുള്ള ഇഞ്ചിയും ഒരു 2 ഉണ്ട വെളുത്തുള്ളി അരിഞ്ഞതും ഇനി ഒരു 12 പച്ചമുളകും പിന്നെ ഒരു 8 തക്കാളി നീളത്തിലരിഞ്ഞതും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 6 തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. മസാല ചെറുതായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കൈക്ക് തിരുമ്മി കൊടുക്കാം. നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് കുക്ക് ചെയ്തത്. അടികട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ ഏകദേശം ഒരു 12 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിതെടുത്ത് കുക്ക് ചെയ്യുന്നത്. ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. നമുക്കിനി ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചിക്കൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ചിക്കൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ട് ചിക്കൻ ഒന്ന് വെന്തും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച പെരുംജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് സ്റ്റിർ ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഒരു 5 മിനിറ്റും കൂടെ സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്.
ചിക്കനൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മുഴുവൻ തേങ്ങയുടെ പാലാണ് ഇതിൻ്റെ അകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് പാലുണ്ട്. കൂടെ തന്നെ നമുക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഏതിറച്ചിയാണേലും ഇതേ കൂട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് പറ്റിച്ചെടുക്കുന്നത് മീറ്റിന് നല്ല ടേസ്റ്റ് നൽകുന്നതാണ്. എനിക്കിത് ഒരു ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ ഞാനൊരു ബാച്ചിലേഴ്സിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർക്ക് ടച്ചിങ്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു ചിക്കൻ റോസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.